മിൻ ഖസബിൻ ലാ സഖബ ഫീഹാ വലാ നസബ്. നബിയേ, ഒറ്റമുത്തിനാലുള്ള മനോഹരമായ ഒരു കൊട്ടാരം, ഒരു ഒറ്റമുത്ത് കൊണ്ടുണ്ടാക്കിയ കൊട്ടാരം. ഇത് ഭൂമിയിലെ മുത്തുകളല്ല, ഇത് സ്വർഗ്ഗലോകത്തെ ലുഅ്ലുകളാണ്. ആ ഒറ്റമുത്തിന്റെ മനോഹരമായ ഒരു കൊട്ടാരം. ലാ സഖബ ഫീഹാ വലാ നസബ്. അതിൽ ക്ഷീണമോ അനാവശ്യ വർത്തമാനങ്ങളോ കേൾക്കേണ്ടി വരാതെ ഖദീജ ബീവിക്ക് സ്വസ്ഥമായി ഇരിക്കാനുള്ള ഒരു പാലസ് അല്ലാഹു ഒരു പേൾ കൊണ്ട്, ഒരൊറ്റ മുത്ത് കൊണ്ട് അല്ലാഹു ഉണ്ടാക്കുന്നുണ്ടെന്ന് അവരോട് പറഞ്ഞേക്കണേ നബിയെ. ഖദീജ വരാറായി, ഞാൻ ഈ പറഞ്ഞത് അവരോട് പറയണേ എന്ന് പറഞ്ഞ് ഹബീബിൽ നിന്ന് ഉയർന്നു പോകുന്ന ജിബ്രീൽ അലൈഹിസ്സലാം. എന്തുകൊണ്ടെന്നറിയുമോ? നബി തങ്ങൾ പറയുമായിരുന്നു, എന്റെ ഖദീജയെ അല്ലാഹു അത്രമേൽ ഇഷ്ടപ്പെട്ടത്. ആമനത് ബി യൗമ കഫറ ബിന്നാസ്. എന്നെ ജനങ്ങളെ വിശ്വസിക്കാത്ത കാലത്ത് എന്നെ വിശ്വസിച്ചവരല്ലേ ഖദീജ റളിയല്ലാഹു അൻഹാ. ഹബീബിന് ഭ്രാന്താണെന്ന് പറഞ്ഞ ആളുകള് അന്നേരത്തെ ഹബീബിനോട് എന്താ ഖദീജ ബീവി പറഞ്ഞത്? ഖല്ലാ വല്ലാഹി ലാ യുഖ്സികല്ലാഹു അബദാ. നബിയെ, അല്ലാഹു നിങ്ങളെ കൈവടിയുകയില്ലല്ലോ. അല്ലാഹു നിങ്ങളെ കൈവടിയുകയോ? اقرأ باسم ربك الذي خلق خلق الإنسان من علق اقرأ وربك الأكرم الذي علم بالقلم علم الإنسان ما لم يعلم. പനി പിടിച്ചോടി വരികയാണ് ഹബീബായ തങ്ങൾ. ജമ്മിലൂനി ഖദീജ, എനിക്ക് പുതപ്പ് തരണേ ഖദീജ, പനി ബാധിച്ചിരിക്കുന്നു ഖദീജ. ആരോ എന്നെ വന്ന് കെട്ടിപ്പിടിക്കുകയും ഓതാൻ പറയുകയും ചെയ്തുവെന്ന് ജിബ്രീൽ അലൈഹിസ്സലാമിന്റെ അനുഭവം പറയുമ്പോ മഹദി പറഞ്ഞ മറുപടിയുണ്ട്, കല്ലാ, അങ്ങ് പേടിക്കരുതേ. ലാ യുഖ്സികല്ലാഹു അബദാ. അല്ലാഹു നിങ്ങളെ കൈവടിയുകയില്ല ഭർത്താവേ. എന്തേ കാരണം? ഇന്നക ലതസ്വിലുർ റഹിം. നിങ്ങൾ കുടുംബബന്ധം ചേർത്തുന്നവരാണ്. വതഹ്മിലുൽ കല്ല, ഭാരം ചുമക്കുന്നവരാണ്. വതുഗീതുൽ മൽഹൂഫ, പാവപ്പെട്ടവരെ സഹായിക്കുന്നവരാണ്. വതുഈനു അലാ നവാഇബിൽ ഹഖ്, വെള്ളപ്പൊക്കമോ കൊടുങ്കാറ്റുകളോ ഭൂകമ്പങ്ങളോ ഉണ്ടായാൽ സഹായത്തിന് ഓടിച്ചെല്ലുന്നവരല്ലയോ നബിയെ നിങ്ങൾ? അങ്ങനത്തെ ഒരാളെ അല്ലാഹു കൈവടിയില്ല. ഏറ്റവും നല്ല ചാരിറ്റി പ്രവർത്തനം നുബുവത്തിന്റെ മുമ്പ് ചെയ്ത സർട്ടിഫിക്കറ്റാണ് ഖദീജ ബീവി റളിയല്ലാഹു അൻഹ സ്വന്തം ഭർത്താവിന് ഇത് കൊടുക്കുന്നത്. ഇതൊരു വലിയ സർട്ടിഫിക്കറ്റ് അല്ലേ? സ്വന്തം പെണ്ണുങ്ങളെടുത്ത് പുല്ല് വിലയുള്ള എത്ര നേതാക്കന്മാരുണ്ടാവും ലോകത്ത്? പെണ്ണുങ്ങളെടുത്ത് നോക്കണ്ടേ? നാട്ടിൽ വലിയ സംഭവമാണ്, പക്ഷേ വീട്ടിൽ പുല്ല് വില. അങ്ങനെ പറയില്ലേ, നാട്ടിൽ വിലയില്ലാത്ത നോക്കണ്ട, നാട് വിട്ടാ പുല്ല് വില ഉണ്ട്. അപ്പോ ഇതങ്ങനെയല്ല, നാട് വിട്ടാ ഭയങ്കര വിലയാണ്, നാട്ടിൽ പുല്ല് വിലയാണ്. ഭർത്താവിന്റെ നന്മകൾ എടുത്തു പറഞ്ഞത് ഖദീജ ബീവി റളിയല്ലാഹു അൻഹയാണ്. അത് ജെന്യൂനാണ്. അവിടെ പിന്നെ അതിൽ മറയില്ല. അവർക്കിനെ മറച്ചു വെക്കേണ്ട കാര്യമില്ലല്ലോ, ഉള്ളത് പറയാലോ പെണ്ണുങ്ങൾക്ക്. അത് പറഞ്ഞു മുത്തനബിയോട്. എന്ത്? നമ്മൾ വെള്ളപ്പൊക്കം ഉണ്ടായപ്പോൾ ഇവിടെ നിന്നൊക്കെ നമ്മുടെ വളണ്ടിയർമാരൊക്കെ പോയില്ലേ, വിഖായ വളണ്ടിയേഴ്സ്, വൈറ്റ് ഗാർഡ് ഒക്കെ ഇറങ്ങിയില്ലേ നാടിലൊന്നാകെ, നിലമ്പൂരിലും കവളപ്പാറയിലും ഒക്കെ ചെന്ന് നമ്മൾ സഹായം ചെയ്തില്ലേ? അതിൻ്റെ ഒക്കെ നമ്മുടെ മാതൃക നമ്മുടെ ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പ്രകൃതി ദുരന്തങ്ങൾ ഉണ്ടാകുമ്പോൾ വതുഈനു അലാ നവാഇബിൽ ഹഖ്, നുബുവത്തിന്റെ മുമ്പ് നിബിതങ്ങൾ ഏറ്റവും വലിയ റിലീഫ് പ്രവർത്തനങ്ങൾ ചെയ്തിട്ടുണ്ട് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതാ ഖദീജ ബീവി പറഞ്ഞത്. ആ ഹബീബിനെ വിശ്വസിച്ചു. യൗമ കഫറ ബിന്നാസ്, ജനങ്ങൾ എന്നെ അവിശ്വസിച്ച കാലത്ത് എന്നിൽ വിശ്വസിച്ച ആദ്യത്തെ മുഅ്മിനത്തല്ലേ. ഇവിടെ പെണ്ണുങ്ങളുടെ മഹത്വം അറിയാൻ ഒരൊറ്റ കാര്യം മതി. ഇസ്ലാമിലെ ആദ്യത്തെ മെമ്പർഷിപ്പ് ഒരു പെണ്ണാണ്. ഇസ്ലാമിലെ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലശേഷം ഇസ്ലാമിലെ ആദ്യത്തെ മെമ്പർഷിപ്പ് അതൊരു മഹദിയാണ്, ഖദീജ റളിയല്ലാഹു അൻഹ. പിന്നെയാണ് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു വരുന്നത്. അതുപോലെ പെണ്ണുങ്ങളെ നിങ്ങൾക്ക് ഫഖറായിട്ട്, അഭിമാനമായിട്ട്
നബി തങ്ങൾ പറയുമായിരുന്നു വആവതിനി യൗമ തറദനിന്നാസ്, ജനങ്ങൾ എന്നെ അട്ടിയോടിച്ചപ്പോൾ എനിക്ക് അഭയം തന്നവളാണ് ഖദീജ റളിയല്ലാഹു അൻഹാ. വസദ്ദഖത്നി യൗമ കദ്ദബനിന്നാസ്, ഞാൻ പറയുന്നത് നുണയാണെന്ന് ജനങ്ങൾ പറഞ്ഞ കാലത്ത് അങ്ങ് പറയുന്നത് സത്യമാണെന്ന് എന്നെ വിശ്വസിച്ചവരാണ്. വഅഅതനി മാലഹാ യൗമ ഹറമനിന്നാസ്, ജനങ്ങൾ ദീനിന് പൈസ തരാതെ നിന്നപ്പോൾ നബിയെ എന്റെ കാശ് നിങ്ങൾ എടുത്തോളൂ എന്ന് പറഞ്ഞ് ബിസിനസ്സിൽ നിന്ന് മഹദിക്ക് ലഭിക്കുമായിരുന്ന കാശ് ദീനിന് വേണ്ടി എടുത്തു കൊടുത്തവരാണ് ഖദീജ റളിയല്ലാഹു അൻഹാ. നാട്ടിൽ മദ്രസയൊക്കെ നടക്കാൻ നമ്മുടെ സഹോദരിമാരും സഹോദരന്മാരും ഒക്കെ ഈ മാതൃകയെ നമ്മൾ ഉൾക്കൊള്ളണം ഇൻഷാ അല്ലാഹ്. ആളുകൾ കൊടുക്കാതിരുന്ന കാലത്ത് എൻ്റെ ഖദീജ തന്നില്ലേ ദീനിന്? എന്നെ വിശ്വസിക്കാത്ത കാലത്ത് അവരെന്നെ വിശ്വസിച്ചില്ലേ? ജനങ്ങൾ എന്നെ കള്ളനാണെന്ന് പറഞ്ഞപ്പോ എന്നെ സത്യസന്ധമാക്കി വിശ്വസിച്ചില്ലേ അവരെ? അതുകൊണ്ട് തന്നെ അല്ലാഹു സ്വർഗത്തിൽ ഒറ്റമുത്തിന്റെ ഭവനം കൊടുത്തു ബീവി ഖദീജ റളിയല്ലാഹു തആല അൻഹ. അല്ലാഹുവേ, ഞങ്ങൾക്കും നന്മ ചെയ്യാൻ തൗഫീഖ് നൽകണേ തമ്പുരാനെ. പ്രിയപ്പെട്ട ഭാര്യയായിരുന്നു ഖദീജ ബീവി റളിയല്ലാഹു അൻഹ. അവരുടെ പ്രിയപ്പെട്ട മോളാണ് അവിടുത്തെ എന്താ ലൈവില്ലേ? ക്ലിയർ ഇല്ല, സിഗ്നൽ ഇല്ല. ഓക്കെ, അപ്പോ ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹ അഷ്റഫുൽ ഖൽഖ് തങ്ങളുടെ പ്രിയപ്പെട്ട ഭാര്യയാണ് മഹദി റളിയല്ലാഹു തആല അൻഹ. അവരെ സംബന്ധിച്ച് സഹോദരിയുടെ മകൻ ഖാസിം എന്നിവർ പറയുന്നുണ്ട്, കാനത്ത് ആയിഷ റളിയല്ലാഹു അൻഹാ തസൂമുദ് ദഹർ, കാലം മുഴുവൻ നോമ്പെടുത്തിരുന്ന മഹദിയാണ് ഖദീജ ആയിഷ ബീവി റളിയല്ലാഹു തആല. ഒരുപാട് നോമ്പെടുക്കും, വിശുദ്ധ ഖുർആൻ ഒരുപാട് പാരായണം ചെയ്യും. ഒരുപാട് നമുക്കൊക്കെ ഇന്ന് ഈ ഫേസ്ബുക്കും വാട്സപ്പും ആ ഒരു ഡാറ്റയൊക്കെ വന്നതിന്റെ ശേഷം ഖുർആൻ ഓതാൻ പറ്റാതിരിക്കുന്ന ഒരു പ്രയാസങ്ങൾ അനുഭവിക്കണില്ലേ? ഖുർആൻ ഓതാൻ പറ്റൂല, അപ്പോഴേ കിട്ടി മെസ്സേജ് ഗ്രൂപ്പിൽ, പഠിച്ചവൻ എന്താ എടുത്തു നോക്കി, അപ്പോഴേക്കും ഫേസ്ബുക്കിന്റെ നോട്ടിഫിക്കേഷൻ വന്നു, അപ്പോഴേക്കും അത് വേറൊന്ന് ലിങ്ക് വന്നു, അപ്പൊ അത് കയറിപ്പോയി. പിന്നെ ഓതാൻ നേരല്ല. ഖുർആൻ ഓതാൻ കഴിയാതെ ഡാറ്റ അല്ലെങ്കിൽ വൈഫൈ ഉണ്ടായതിന്റെ പേരിൽ ഖുർആനിൽ നിന്ന് അകന്നു കഴിയുന്ന എത്രയായിരം നമ്മുടെ ചെറുപ്പക്കാർ. അതൊക്കെ ഒന്ന് പൂട്ടിവെച്ചിരുന്നെങ്കിൽ എത്ര ഖുർആൻ ഓതാമായി ഒന്ന് ആലോചിച്ച് നോക്കി. ആ കഴിഞ്ഞ കാലം ഇനി വീണ്ടെടുക്കാൻ കഴിയുമോ? ഇല്ല. ഇനി വരാൻ പോകുന്ന കാലം തിരിച്ചു കിട്ടുമോ? ഇല്ല. അത് നമ്മൾ ഉപയോഗപ്പെടുത്തണ്ടേ? നമ്മൾ ഈ വായിച്ചു കൊണ്ടിരിക്കുന്നതിനേക്കാളൊക്കെ എത്ര വലിയ ശ്രേഷ്ഠമായതാണ് റബ്ബേ അല്ലാഹുവിന്റെ വചനം, എത്ര ശ്രേഷ്ഠമാണ് വിശുദ്ധ ഖുർആൻ. ആയിഷ ബീവി റളിയല്ലാഹു അൻഹയുടെ അരികത്തുകൂടെ നിസ്കാരം കഴിഞ്ഞാൽ മദീന പള്ളിയിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ ഖാസിം റളിയല്ലാഹു അൻഹു മഹദി റളിയല്ലാഹു അൻഹയുടെ വീടിന്റെ അരികത്തുകൂടെയാണ് പോകുന്നത്. അബ്ഇയാണ് ഖാസിം എന്നവരെ അബ്ദഉ ബിബൈതി ആയിഷ റളിയല്ലാഹു അൻഹാ ഫഉസല്ലിമു അലൈഹാ, എൻ്റെ ഉമ്മയുടെ സഹോദരിയായ ആയിഷ ബീവി റളിയല്ലാഹു അൻഹയോട് ഞാൻ സലാം പറയും. ഞാൻ അങ്ങനെ ഒരു ദിവസം ചെന്ന് സലാം പറയാൻ നോക്കുമ്പോ മഹദി റളിയല്ലാഹു അൻഹ എഴുന്നേറ്റ് നിന്ന് തസ്ബീഹ് ചൊല്ലുന്നു. മഹദി പിന്നെ ഖുർആൻ ഓതുന്ന നിസ്കാരത്തിലേക്ക് പ്രവേശിക്കുന്നു, ഖുർആൻ ഓതുന്നു. ഫാത്തിഹ കഴിഞ്ഞ് ബീവി ഇങ്ങനെ ഓതുന്നത് ഞാൻ കേട്ടു. ഫമന്നല്ലാഹു അലൈനാ ووقانا عذاب السموم إنا كنا من قبل ندعوه إنه هو البر الرحيم. അതിങ്ങനെ ഓതാണ്. എന്തായാലും അർത്ഥം, സ്വർഗത്തിലേക്ക് സിറാത്ത് പാലം കടന്ന് അക്കരെ എത്തിയാൽ, സിറാത്ത് പാലം നരകത്തിന്റെ മീതെ അല്ലാഹു സ്ഥാപിച്ച പാലമാണ്. ജിസ്റുൻ മദ്റൂബുൻ അലാ മത്നി ജഹന്നം അഹദ്ദു മിനസ് സൈഫി വഅഖഫു മിനശ് ശഅരി, മുടിയേക്കാൾ നേർത്തതും വാളിനേക്കാൾ മൂർച്ചയേറിയതുമായ ഒരു ബ്രിഡ്ജ് നരകത്തിന്റെ മീതെ. നമ്മളൊക്കെ കടന്നു പോകണം. അല്ലാഹു നമ്മെ സലാമത്തിലാക്കി തരട്ടെ. നമ്മുടെ മാതാപിതാക്കളെ, നമ്മുടെ ദീനിന്റെ സഹായികളായ നമ്മളെല്ലാവരെയും അല്ലാഹു സലാമത്തിലാക്കി തരട്ടെ. എത്ര വലിയ ഒരു ത്യാഗമാണ് റബ്ബേ. അമ്പിയാക്കന്മാരൊക്കെ പോകും,
ഉമ്മത്തികൾ കടക്കുമ്പോൾ നബി തങ്ങൾ ആ ബ്രിഡ്ജിന്റെ തലക്ക് നിൽക്കുന്നതാണ്. അവിടെ നിന്ന് പറയും അല്ലാഹുമ്മ സല്ലിം അല്ലാഹുമ്മ സല്ലിം അല്ലാഹുമ്മ സല്ലിം. പടച്ചവനെ രക്ഷപ്പെടുത്തണേ, അല്ലാഹുവേ എൻ്റെ ഉമ്മത്തിയാണ് ഈ പോകുന്ന രക്ഷപ്പെടുത്തണേ, റബ്ബേ എൻ്റെ ഉമ്മത്തിയാണ് ഈ പോകുന്ന രക്ഷപ്പെടുത്തണേ. അത് ഹബീബ് പറയണമെങ്കിൽ ഹബീബിന്റെ മേൽ സ്വലാത്ത് ചൊല്ലണ്ടേ. 5 നേരത്തെ നിസ്കാരം നമുക്ക് കൊണ്ടുതന്ന ഹബീബ് ആ ഏൽപ്പിച്ചത് നമ്മൾ മുറുകെ കൊണ്ടു നടക്കണ്ടേ മുഅ്മിനെ. അല്ലാഹു നമ്മളോട് കരുണ കാണിച്ചുവല്ലോ. നരകത്തിന്റെ അദാബ് അല്ലാഹു നമുക്ക് തൊടാതെ രക്ഷപ്പെടുത്തിയല്ലോ. ഇന്നാ കുന്നാ മിൻ ഖബ്ലു നദഉ, നമ്മൾ അല്ലാഹുവിനോട് ദുആ ചെയ്യുന്നവരായിരുന്നുവല്ലോ. ദുനിയാവിൽ ദുആ ഇറക്കണം, അല്ലാഹുവേ രക്ഷപ്പെടുത്തണേ. ഇന്നഹു ഹുവൽ ബർറുർ റഹീം. ഖാസിം റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നു, ആ പാരായണം മഹദി തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. ഞാൻ മദീനയുടെ സൂക്കിലേക്ക് പോയി എളാമയോടൊന്ന് സലാം പറയാമെന്നതാ. എളാമ ഖുർആനിലാണ്, നിസ്കാരത്തിലാണ്, അങ്ങനെ ഓതുകയാണ്, നിസ്കാരത്തിൽ നിന്നുകൊണ്ട് ഓതുകയാണ്. ഞാൻ അങ്ങാടിയിൽ പോയി തിരിച്ചു വന്നു, അപ്പോഴും ബീവി ഓതിക്കൊണ്ടിരിക്കുകയായിരുന്നു. فمن الله علينا ووقانا عذاب السموم إنا كنا من قبل ندعوه إنه هو البر الرحيم فذكر فما أنت بنعمة ربك بكاهن ولا مجنون. അത് സിദ്ദീഖ് എന്നവരുടെ മോള് ആയിഷ റളിയല്ലാഹു അൻഹ. ഇനി ഫാറൂഖ് എന്നവരുടെ മകൾ ഹഫ്സ റളിയല്ലാഹു അൻഹ ഹബീബിന്റെ ഭാര്യയാണ്. നിബിതങ്ങളുടെ ഭാര്യമാരുമായി ഒരു പിണക്കം നടന്ന കാലം, നിബിതങ്ങളുടെ ഭാര്യമാരെ അല്ലാഹുവിന്റെ റസൂൽ അവർക്ക് ഭൗതിക സാഹചര്യങ്ങൾ വേണമെന്ന ഡിമാൻഡിന്റെ മേൽ അവര് ത്വലാഖ് ചൊല്ലി മറ്റൊരാളെ വിവാഹം ചെയ്യാൻ അനുമതി നൽകണോ എന്ന് തീരുമാനിച്ച് അവരുടെ വിഷയത്തിൽ തീരുമാനമെടുക്കാൻ പോകുമ്പോ ജിബ്രീൽ അലൈഹിസ്സലാം ഓടി വന്ന് നിബിതങ്ങളോട് പറയുന്നു, റാജിഅ ഹഫ്സ ഫഇന്നഹാ സവ്വാമത്തുൻ ഖവ്വാമ. നബിയെ, ഹഫ്സ ബീവി അങ്ങ് സ്വീകരിക്കണേ, ഹഫ്സ ബീവിയെ അങ്ങ് കൈവടിയരുതേ, അവരങ്ങയുടെ ഭാര്യയായിട്ട് തന്നെ തുടരണം നബിയെ. ഫഇന്നഹാ സവ്വാമത്തുൻ ഖവ്വാമ. അവരൊരുപാട് നിസ്കരിക്കുന്നവരാണ്, ഒരുപാട് നോമ്പെടുക്കുന്നവരാണ്. ഇവരൊക്കെ ചെറിയ പ്രായക്കാരാണ്, യുവതികളാണ്, പക്ഷെ ഇബാദത്തിൽ മുമ്പിലാണ്. മുഅ്മിനത്തുകളെ, സീരിയലും സിനിമയും തീർന്നിട്ട് ഈ ലോകത്ത് മരിക്കാൻ വരെ നേരം കിട്ടൂല. യൂട്യൂബിലെ വീഡിയോ കണ്ട് തീർന്നിട്ട് മരിക്കാൻ നേരം കിട്ടൂല. നമ്മൾ അതിന്റെ പിന്നാലെ പോവല്ലേ? നമുക്ക് ചെയ്യേണ്ട ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനില്ലേ? സമയം കൊല്ലല്ലേ?